ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡാൻസ് സ്കൂളിലെ ദേവികൗണയുടെ കലോത്സവമാണ്. അവൾ DBയിലാണ് പഠിക്കുന്നത്, അതായത് ഞാൻ പഠിച്ച കോളേജിൽ. അപ്പോൾ രാവിലെ തന്നെ അവൾക്ക് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. മത്സരാർത്ഥി ഇഡലി തിന്നുകൊണ്ടിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് മതിയാവാതെ ദേവു. അങ്ങനെ ഞങ്ങൾ കോളേജിൽ എത്തിയതായി ഈ ഒരു സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ വരും. കാരണം ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ കുറേ ഓർമ്മകൾ ഞങ്ങൾക്കുള്ള ഒരു സ്റ്റേജാണിത്. അതിൻ്റെ നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും മിസ് ചെയ്തു. പിന്നെ അവളുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ കളിച്ചത് നന്നായോ ഇല്ലയോ എന്ന് അറിയാത്ത ടെൻഷൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതാണ് വ്ലോഗ് എടുത്തിട്ട് പോലും അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. പിന്നെ കോളേജിൽ ചെന്ന് കോളേജിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. കാരണം ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ ആർട്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ നിറയെ പിള്ളേരാണ്. നമ്മളൊക്കെ ആർട്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഓടി നടന്നൊരു ടൈമായിരുന്നു. വന്നപ്പോൾ ഇവിടെ പറ വരുന്നുണ്ട് ഉണ്ടോ. പിന്നെ അതേ അവൾ ഈ മോഹിനിയുടെ വേഷത്തിൽ അപ്പൂനെയൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ നടക്കുമായിരുന്നു. അപ്പോൾ പറയുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ അതൊക്കെ കണ്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകിട്ട് ബോയ്സ് ഹോമിൽ ട്യൂഷൻ എടുക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ BMCയിൽ ആർട്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗസ്റ്റായിട്ട് നമ്മുടെ പ്ലേ ബാക്ക് സിംഗർ സൂരജ് സന്തോഷാണ് വന്നത്. അപ്പോൾ എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ പുള്ളിയുടെ പാട്ട് സ്പോട്ടിഫൈയിൽ കേൾക്കാത്ത ദിവസങ്ങളില്ല. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയാലും നേരിട്ട് പാട്ട് കേൾക്കാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. പുള്ളി ഇപ്പോൾ അവിടെ എന്തോ സൗണ്ട് ടെസ്റ്റൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനും പിള്ളേരും നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്നിട്ട് അതൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ അവിടെ ഇതേപോലത്തെ ഫുഡ് കോർണേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മീനാക്ഷിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സോണിയ മിസ് ഞങ്ങളെ കൊണ്ടുപോയി 2 ബർഗറൊക്കെ വാങ്ങി തന്നു അവിടുന്ന്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ സൂരജ് സന്തോഷിന്റെ പ്രോഗ്രാമിന് മുമ്പ് അവിടെ ഒരു DJ പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിക്കാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മുടെ ആൾ വന്ന് പ്രോഗ്രാമൊക്കെ തുടങ്ങി. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എൻ്റെ കുറേ ഫേവറേറ്റ് സോങ്സ് പാടിയിട്ടുള്ളത് സൂരജ് സന്തോഷാണ്. അപ്പോൾ അതൊക്കെ നേരിട്ട് ലൈവായിട്ട് കേൾക്കാൻ പറ്റിയാൽ ഒത്തിരി 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 ഹാപ്പിയായി. പിന്നെ നമ്മൾ രാത്രി ബോയ്സ് ഹോമിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. അവിടെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം ഉറങ്ങാനായിട്ട് കിടന്നു. അങ്ങനെ നമ്മൾ പിള്ളേർക്കെല്ലാം ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നമ്മുടെ അമ്പാടിക്കണ്ണൻ പുതപ്പിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുമായിരുന്നു. ഞാനപ്പോൾ പുതപ്പ് മാറ്റിയിട്ട് വീഡിയോ എടുത്തു. അവൻ നാണം കൊണ്ട് മുഖമൊക്കെ മറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള വിശേഷം. ബൈ ബൈ.